ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ ആദ്യം പറയാനുള്ളത്, യുദ്ധം തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ക്രൂയിസ് മിസൈൽ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി അമേരിക്ക ബുധനാഴ്ച വീണ്ടും വ്യോമാക്രമണം നടത്തി. ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരെ നാവിക ഉപരോധം വീണ്ടും ശക്തമാക്കിയതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓയിൽ പ്രൈസുകൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും $85 പെർ ബാരൽ എന്ന നിലയിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിൻ്റെയും പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് US മാർക്കറ്റുകൾ അവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഇന്നലെ 0.62% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500 0.38% ഉയർന്നപ്പോൾ ഡൗ ജോൺസ് 0.29% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ CPI ഇൻഫ്ലേഷൻ തിങ്കളാഴ്ചയാണ് പുറത്തു വന്നിരുന്നത്. 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ആ ഡാറ്റ പുറത്തു വന്നതെങ്കിൽ പിന്നീട് പുറത്തു വന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ മാസത്തേതിൽ നിന്ന് വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ US സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണപ്പെരുപ്പം കുറയുകയാണ് ഉണ്ടായത്. യുദ്ധത്തിൻ്റേതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും US വിപണിയെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മികച്ച ക്വാർട്ടർലി ഫലങ്ങളാണ് അവിടെ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ഇന്നലെയാണ് ആഗോള ഭീമനായിട്ടുള്ള ബ്ലാക്ക് റോക്കിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നത്. എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ഇന്ത്യൻ വിപണികളിലേക്ക് വന്നാൽ ഇന്നലെ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ഇന്ത്യൻ വിപണികൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. എന്നിരുന്നാലും ഇപ്പോഴും സമ്മർദ്ദം നേരിടുന്നത് റുപ്പി തന്നെയാണ്. ഡോളറിനെതിരെ ഇന്നലെയും റുപ്പി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നലത്തെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനവും ഇന്നത്തെ ഇന്ത്യൻ വിപണിയുടെ ഓപ്പണിങ്ങും നമുക്ക് സംസാരിക്കാം. ഇൻഫോസിസ് ഇന്നലെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെ ക്ലോസ് ചെയ്തു. പക്ഷേ ബാങ്കിങ് സൈഡ് കുറച്ച് സേഫ് ആയിരുന്നു. ICICI ബാങ്ക് 1.38% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.85% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.5% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഇന്ത്യയെ ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര മന്ത്രിസഭ ഏകദേശം 1.9 ലക്ഷം കോടി രൂപയുടെ 2 സുപ്രധാന പദ്ധതികൾക്ക് ഇന്നലെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഇന്ന് ആ സ്റ്റോക്കുകളൊക്കെ ഫോക്കസിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കണം. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ, ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ചില ദിവസങ്ങളിൽ പറയാറുണ്ട് കോസ്പി മാർക്കറ്റ് ചില സ്റ്റോക്കുകളെ പോലെയാണ് ബിഹേവ് ചെയ്യാറുള്ളതെന്ന്. ഇന്നും അത്തരത്തിൽ ഇന്നലെ 6% നേട്ടത്തിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കോസ്പി മാർക്കറ്റ് 6% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ 10 മുതൽ 15 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി നമ്മുടെ ഈ വാർത്ത എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ളത്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടാതെ റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഒരു വലിയ വാർത്തയായിട്ട് പറയാനുള്ളത് ക്യാബിനറ്റിൻ്റെ ഒരു വമ്പൻ തീരുമാനമാണ്. ചിപ്സ് മൊബൈൽ നിർമ്മാണത്തിന് 1.9 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോത്സാഹന പാക്കേജാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ആകെ വകയിരുത്തൽ 1.27 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയെ ചിപ്പ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രതീക്ഷിക്കുന്ന നിക്ഷേപം 4 ലക്ഷം കോടി രൂപയാണ്. പ്രതീക്ഷിക്കുന്ന ചിപ്പ് ഉൽപ്പാദന മൂല്യം 2 ലക്ഷം കോടി രൂപയുമാണ്. അടുത്തത് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീമാണ്, MPMS ആണ്. വകയിരുത്തിയിരിക്കുന്നത് 62,500 കോടി രൂപയാണ്. മൊബൈൽ ഫോൺ അസംബിളിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര മൂല്യവർദ്ധനയുള്ള നിർമ്മാണത്തിലേക്ക് മാറുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രാദേശികമായി നിർമ്മിക്കുന്ന ഘടകങ്ങൾക്ക് അധിക പ്രോത്സാഹനം നൽകും. ഇതുകൂടാതെ ഇന്ത്യയുടെ ആഗോള മൊബൈൽ ഫോൺ ഉൽപ്പാദന വിഹിതം 30% എന്ന ലക്ഷ്യവുമുണ്ട്. ഏതായാലും ഈ വാർത്തയെ തുടർന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കെയ്ൻസ് ടെക്നോളജി, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, ഡിക്സോൺ ടെക്നോളജീസ്, സിർമ SGS ടെക്നോളജി, MOS ചിപ്പ് ടെക്നോളജീസ്, RIR പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾ ഈ സെമി കണ്ടക്ടർ ആൻഡ് ചിപ്പ് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഫോക്കസിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്ങായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് ഡിക്സോൺ ടെക്നോളജി, കെയ്ൻസ് ടെക്നോളജി, PG ഇലക്ട്രോപ്ലാസ്റ്റ്, അവലോൺ ടെക്നോളജീസ് തുടങ്ങിയവയൊക്കെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിക്ക് കൂടി ഇന്നലെ അംഗീകാരം ലഭിച്ചത് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഫോർ യൂറിയ 2026 മന്ത്രിസഭ അംഗീകാരം ലഭിച്ചു.
രാജ്യത്ത് 8 മുതൽ 9 വരെ പുതിയ യൂറിയ പ്ലാന്റുകൾ സ്ഥാപിക്കും. യൂറിയ ഇറക്കുമതി പൂർണ്ണമായും ഒഴിവാക്കുകയും സർക്കാർ സബ്സിഡി ചെലവ് കുറയ്ക്കുകയും എന്നതുമാണ് ലക്ഷ്യമായിട്ട് സർക്കാർ കണക്കാക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടും ധാരാളം സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് വാച്ച് ചെയ്യാം. ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നും ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. അതിൽ ഏറ്റവും ഫോക്കസിൽ വരുന്നത് വിപ്രോ, ടെക് മഹീന്ദ്ര, BHEL തുടങ്ങിയ കമ്പനികളാണ് ഏറ്റവും വലിയ കമ്പനികളായിട്ട് വരുന്നത്. ഒത്തിരിയേറെ മറ്റ് കമ്പനികളുടെ റിസൾട്ടും വരുന്നുണ്ട്. ഇനി ഇന്നൊരു IPO ലിസ്റ്റ് ചെയ്യുന്നത് ലേസർ പവർ ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിയാണ്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ധാരാളം ഡാറ്റകൾ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. UK നിന്നും GDP ആൻഡ് ട്രേഡ് ബാലൻസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് UK സംബന്ധിച്ച്. ഇനി US അഡ്വാൻസ് റീറ്റെയിൽ സെയിൽസ് ഇൻഡിക്കേറ്റേഴ്സ് പുറത്തു വരുന്നുണ്ട്. റിസൾട്ടുകളിലേക്ക് വന്നാൽ ഇന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ റിസൾട്ടാണ് US നിന്നും പുറത്തു വരുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്കാണ് വാലിഡിറ്റി ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ചാനലുകളിലെല്ലാം നൽകാറുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി റിസൾട്ട് പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഒന്ന് വാച്ച് ചെയ്യാം. ആദ്യം HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ന്യൂ ബിസിനസ് പ്രീമിയത്തിൽ 12% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8143 കോടി രൂപയിലാണ് ന്യൂ ബിസിനസ് പ്രീമിയം ഉള്ളത്. ആനുവൽ പ്രീമിയം അതിൽ 9% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റീറ്റെയിൽ APEയിൽ 7% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. പ്രോഫിറ്റിൽ 46% ഇടിവാണ് ഇത്തവണ ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. 403.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് പ്രീമിയത്തിൽ 15.8% വർധനവ് 5950 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് കമ്മീഷനിൽ 32.9% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വലിയ ഇടിവാണ് ഇത്തവണ കമ്പനി രേഖപ്പെടുത്തിയത്. 64.3% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. 233.8 കോടി രൂപയിലാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 654.1 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അണ്ടർ റൈറ്റിംഗ് ലോസ് 629.8 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. മറ്റൊരു കമ്പനി നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയാണ്. ഓപ്പറേറ്റിംഗ് റവന്യൂവിൽ 10.3% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റഡയിൽ 8 കോടി രൂപയായിട്ടാണ് എബിറ്റഡ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 4 കോടി രൂപ മാത്രമായിരുന്നു എബിറ്റഡ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. മികച്ച ഒരു ക്വാർട്ടർ തന്നെയാണെന്ന് പറയാം. അടുത്തത് GTPL ഹാത്വേ ആണ്. പ്രോഫിറ്റിൽ 78% ഇടിവാണ് വന്നിരിക്കുന്നത്. 2.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 12.4% വർധനവും റിപ്പോർട്ട് ചെയ്തു. അടുത്തത് HDB ഫിനാൻഷ്യൽ സർവീസസ് ആണ്. പ്രോഫിറ്റിൽ 38.3% വർധനവ് വന്നപ്പോൾ 785 കോടി രൂപയിലാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 20% വർധനവ് വന്നു. 2509 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ഏഞ്ചൽ വൺ ആണ്. പ്രോഫിറ്റിൽ 102.2 കോടി രൂപയുടെ വർധനവ് വന്നു. 231.4 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 25.4% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 1429.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.